കഴിഞ്ഞ ഒരു വർഷക്കാലമായി എലീനയുടെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എലീനയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു നോക്ക് കാണാൻ, ഒന്ന് കാണാൻ മാത്രം. അത്രമാത്രം എലീന അയാളുടെ മനസ്സിൽ പതിഞ്ഞുപോയി. അയാളുടെ ഒരു ആത്മസുഹൃത്തെന്ന നിലയ്ക്ക് ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് എലീനയെ ഞാനിവിടെ വിളിച്ചു വരുത്തിയത്. ഞാൻ അറിയാതെ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന മനുഷ്യൻ ആരാണ്? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ജസ്റ്റ് എ മിനിറ്റ്. ശ്യാം, ഇത് ശ്യാം, ഇത് എലീന. ഹലോ. ഹലോ, ഇരിക്കൂ. താങ്ക് യു. നടക്കോ? ഫ്ലാറ്റ് നീ എന്താ പറഞ്ഞു പഠിക്കാണോ? ഫ്ലാറ്റ് 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 എന്ന് പറ്റിയല്ലേ പറ. എനിക്ക് വേറെ വഴി നോക്കണമെന്നേ. ചേട്ടാ, ഇത് ഏതാണ്ട് എന്റെ ആവശ്യം പോലെയാണ് അണ്ണൻ പറയണത്. ഒരു ഫ്ലാറ്റ് ഉണ്ട്, പക്ഷെ നമ്മളൊരു അല്പം കുരുത്തക്കേട് കാണിച്ചാൽ നമ്മുടെ കിട്ടും. ആരുടെ? നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ. പക്ഷെ അയാളൊരു കഞ്ഞിയായാലും ചോറായാലും കാര്യം നടക്കാൻ വല്ല വഴിയുണ്ടോ നോക്ക്. പിന്നെ ഒരു കാര്യം, മേല് നോവുന്ന പരിപാടിയാണെങ്കിൽ ഞാനില്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം. അത് ശരി. പോക്കൃത്തരം കാണിച്ചിട്ട് തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു തരം മറ്റേ ഏർപ്പാടല്ലേ. ചിലപ്പോ കൊണ്ടെന്നിരിക്കും, ചിലപ്പോ കൊണ്ടില്ലെന്നിരിക്കും. അതൊക്കെ അണ്ണന്റെ ലക്കി പോലെ ഇരിക്കും. എന്ത് കുന്തം ആയിക്കോട്ടെ, നീ വഴി പറ. പറയടാ. നമ്മുടെ ശ്രീകണ്ഠൻ നായർക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട്. അതങ്ങ് ഹിൽവ്യൂ കോംപ്ലക്സിലാ. അത് അയാളുടെ മകൾക്ക് വേണ്ടി ഇട്ടിരിക്കുക. പെണ്ണങ്ങ് അമേരിക്കയിലോ മറ്റോ ആണ്. അവൾ ആള് മകാ പെശകാന്നാ പറയുന്നത്. കേസ് ഭർത്താവിന് വിളുന്താനാ. അവിടെ സായിപ്പുമാർക്കൊക്കെ ഫ്ലാറ്റിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്, പെണ്ണിന്റെ കാര്യമല്ല. അത് ശരി. അപ്പൊ പെണ്ണ് ഫ്ലാറ്റ് അത് തൂത്തുവാരാനും തുടയ്ക്കാനും സൂക്ഷിക്കാനും ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. ഈ മൂപ്പിലാനൊരു പ്രസിദ്ധ എച്ചിയായതുകൊണ്ട് ആരും ഏറ്റിട്ടില്ല. അണ്ണൻ അവിടെ പോയി തൂത്തുവാരി തുടച്ചോളാന്ന് പറഞ്ഞ് താക്കോൽ വാങ്ങിച്ചാൽ പദ്ധതി നടക്കും. ഏറ്റോ നീ കൂടെ വരൂ. അയാൾ എന്നെ കണ്ടാ താക്കോല് കിട്ടില്ല എന്ന് മാത്രമല്ല, ആടി പാഴ്സൽ ഷുവർ. അണ്ണൻ പോയാ മതി. പിന്നെ താക്കോല് കിട്ടുമ്പോ കൈ വറക്കരുത്. ഞാൻ പോട്ടാ. ചുമ്മാ പോണം അണ്ണ, ധൈര്യമായിട്ട് പോണം. ശരി. എന്താ തന്റെ പേര്? തങ്കപ്പൻ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലും ചെയ്യണം. ഒരു നിമിഷം സാർ, എന്റെ കഥയൊന്ന് കേൾക്കണം. ഓ, അത് ശരി. കഥയെഴുത്തുകാരനാണല്ലേ? അല്ല, ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ചുമതല ഇന്ന് എന്റെ 2 കൈകളിലാണ് സാർ. രോഗിയായ അച്ഛനമ്മ, വിധവയും ഗർഭിണികളുമായ സഹോദരിമാർ, എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഇന്നൊരു ചോദ്യ ചിഹ്നമായി നിൽക്കുകയാണ് സാർ. ഇപ്പോ ഞാനെന്ത് വേണം? ഒരു ജോലി എന്ന് സഹായിക്കണം സാർ. ഡ്രൈവിംഗ് അറിയാമോ? അറിയാം, പക്ഷേ ഞാൻ വാഹനങ്ങൾ ഓടിക്കാറില്ല. അടുത്ത തന്നെ ഒരു മേജർ ആക്സിഡന്റ് ഉണ്ടാവുന്ന ജാതകത്തിൽ പറയുന്നുണ്ട് സാർ. പിന്നെ കുക്കിംഗ് അറിയാമോ? അറിയാം സാർ, പക്ഷേ ശരിയാവില്ല. ഞാൻ എന്തുണ്ടാക്കിയാലും അതിന് ഉപ്പ് കൂടിപ്പോകും സാർ. വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാനും സൂക്ഷിക്കാനും ഒക്കെ അറിയാവോ? അത് നന്നായിട്ട് അറിയാം സാർ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ജോലിയാണ്. എന്നാ ഇവിടെ നിന്നോളൂ. ഇവിടെ പട്ടിയുണ്ടോ സാർ? ഉണ്ട്. എനിക്ക് പട്ടിയെ പേടിയാണ്. ഏത് പട്ടിക്കും എന്നെ കണ്ട ഒന്ന് കടിക്കണമെന്നോ സാർ. സാറിന് മറ്റെവിടെങ്കിലും വീടുണ്ടെങ്കിൽ 7 രോഗികളുള്ള ഒരു കുടുംബം രക്ഷപ്പെടും സാർ. എന്നെ സഹായിക്കണം സാർ. എനിക്ക്
ഹിൽവ്യൂ കോംപ്ലക്സിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അത് തൂക്കാനും തുടയ്ക്കാനും വൃത്തിയാക്കാനും ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ നാളെ രാവിലെ വന്ന് താക്കോല് വാങ്ങിച്ചോളൂ. വലിയ ഉപകാരം സാർ. അണ്ണാ അണ്ണാ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. മിസ്സിസ് ഡിക്ക്. ഡിക്കമ്മായി എന്ന് എല്ലാരും വിളിക്കും. ഇതാണ് ശ്യാം. കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ കൊള്ളാം. കാര്യങ്ങളൊക്കെ നീയും പറഞ്ഞിട്ടുണ്ടല്ലോ. മിക്സി വേണം, എന്നെ കൊണ്ട് അരയ്ക്കാനും പിടിക്കാനും വയ്യ. ഗ്രൈൻഡിങ് മെഷീൻ വേണം, എന്നെ കൊണ്ട് ആട്ടാൻ പറ്റില്ല. കുക്കിംഗ് റേഞ്ച് വേണം, എന്നെ കൊണ്ട് തീ എത്തിയാനൊന്നും വയ്യ. പിന്നെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോവും. ദാരിദ്ര്യ കണക്കൊന്നും ചോദിക്കരുത്. ആ പിന്നെ എന്നെ കൊണ്ട് താഴെ കിടക്കാൻ പറ്റില്ല. അവിടെ ബെഡ്. ഇതെല്ലാം ഇപ്പൊ ജോലിക്ക് വരുന്നവരുടെ മിനിമം ആവശ്യങ്ങളാണല്ലോ. അതിനായം. പക്ഷേ അല്ല, ഞങ്ങൾ ഈ ചെറുപ്പക്കാർ ചില കുശലത്തരങ്ങളൊക്കെ കാണിക്കും. അതിന്റെ ഇടയെ കൊണ്ട് ഡിക്കമായി തലയിടരുത്. 1-ാം തീയതി കറക്റ്റായിട്ട് ശമ്പളം തരണം. എന്നിട്ട് എന്ത് കുരുത്തക്കേട് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ. ഐ ഡോണ്ട് മൈൻഡ്. വെരി ഗുഡ്. സോ യു ആർ അപ്പോയിന്റഡ്. വെറുതെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ മാത്രമല്ല ഞാൻ വന്നത്. എന്റെ പ്രിയ സഖേ, അവിടെ കടന്നു വരാം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ അണിയിക്കുവാൻ എന്റെ അമ്മ നിന്നാണ്. എന്താ തിരിച്ചെടുക്കുന്നത്? നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞു. ഇനി ഇതൊരിക്കൽ ഞാൻ അണിയിക്കും നമ്മുടെ വിവാഹ നാളിൽ. കമാ. ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു, എന്നാണ്, എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ, ഈ നുണക്കുഴികൾ, ഈ കൺപീലികൾ ഞാൻ കണ്ടിരുന്നത്? ഞാൻ ഓർമ്മിച്ചെടുത്തു, അത് നീയായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അണിക്കാൻ എന്റെ അമ്മ എനിക്ക് തന്നാണ് ഈ മോതിരം. ഇത് നിന്നെ അണിയിക്കുന്നു. ഇനി നീ എന്റേത് മാത്രമായിരിക്കും. എന്താ ദിശാം? നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി ഞാനിത് അണിക്കും. നീ എന്റെ വധുവാകുന്ന നാളിൽ. പത്മ, ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു, എന്നാണ്, എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ, ഈ നുണക്കുഴികൾ, ഈ കൺപീലികൾ ഞാൻ കണ്ടിരുന്നത്? ഞാൻ ഓർമ്മിച്ചെടുത്തു എന്റെ 100 കൗമാരി സ്വപ്നങ്ങളുടെ അവ്യക്തതയിൽ ഈ മുഖം ഉണ്ടായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വിരലിൽ അണിയിക്കാൻ എന്റെ അമ്മ തന്നാണ് ഈ മോതിരം. ഇത് നിന്നെ ഞാൻ അണിയിക്കുന്നു. ഇനി നീ എന്റേത് മാത്രമായിരിക്കും. എന്താ ഇത്? നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കൽ ഞാനിത് അണിയിക്കും. നീ എന്റെ വധുവാകുന്ന നാളിൽ. ഇനി ഒരു സ്മോൾ അടിച്ചോളെ. നല്ല വിശപ്പായിരുന്നു, ഞാനിന്ന് കഴിച്ചു. അതിനെന്താ, സ്വന്തം വീട്ടിൽ ആരെങ്കിലും ഫോർമാലിറ്റീസ് നോക്കാറുണ്ടോ? ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ. ശ്യാം എന്താണ് ശ്യാമിന്റെ ഡാഡിയെ കണ്ട് സംസാരിക്കാത്തത്?
സംസാരിക്കാം ടൈം കിട്ടണ്ടേ? എലീന തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഡാഡിയെ മീറ്റ് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. എപ്പോഴാണ് എലീന തിരിച്ചു വരിക? Day after tomorrow. 1 second. So you are coming by Bombay flight, eh? Yeah, എപ്പോഴാ Trivandrum flight? 9 o'clock. Oh, 9 o'clock. Bombay flight, Trivandrum flight 9 o'clock. Trivandrum flight 9 o'clock. Okay. എന്തിനാ ഇതൊക്കെ കുറിച്ചിടുന്നത്? അല്ല, എലീന തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് കുറച്ച് ഫ്രീ ആണല്ലോ, അതിനു വേണ്ടിയാണ്. കുറച്ചൊരു കാപ്പി കൊണ്ടുവരൂ. ഈ ചാപ്പി കൊണ്ടുവരും എപ്പോഴും പറഞ്ഞാലേ കാപ്പി ഉണ്ടാവില്ല. ഇത് മന്ത്രവും മായൊന്നുമല്ല. വെള്ളം തിളപ്പിക്കണം, കാപ്പിപ്പൊടി ഇടണം, പാലൊഴിക്കണം, പഞ്ചസാര ഇടണം. പ്രസംഗിക്കണ്ട, പറയുന്ന അങ്ങോട്ട് ചെയ്താൽ മതി. അത് പതുക്കെ പറഞ്ഞാ പോരെ. ഐ ആം നോട്ട് ഡഫ്. ഇത് കണ്ടോ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവരെ പറഞ്ഞുവിടാൻ. പറഞ്ഞു വിടാത്തത് വേറൊന്നും കൊണ്ടല്ല, എലീന എന്ന് പറഞ്ഞ അവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഷീ ലൈക്സ് യു സോ മച്ച്. വെറുതെ അവർക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ഒരു യജമാനത്തിന്റെ മൊട്ടം പോകുന്നു. നോ നോ നോ, എലീന അവരെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സ്വന്തം കുഞ്ഞുങ്ങളോട് അമ്മമാർക്കൊരു രീതി ഉണ്ടല്ലോ, അവരങ്ങനെ. അവരുടെ സ്നേഹം എലീനയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. എങ്കിൽ പിന്നെ എന്തിനത് ഒളിപ്പിച്ചു വെക്കണം? അങ്ങനെയായിരുന്നെങ്കിൽ ശ്യാമും ഞാനും തമ്മിൽ അടുക്കുമായിരുന്നില്ല. നമ്മളെ പോലെ പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാട് ഒരു വയസ്സായ സ്ത്രീന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എന്നാലും ഒരു ലിമിറ്റ് ഇല്ലേ? കരിങ്കല്ല് ചുമക്കുന്ന അത്ര പ്രയാസം തോന്നുന്നു സംസാരം കേട്ടെ. ഓക്കെ, പുതിയ വയസ്സായി. ആരാ ഇവിടെ കരിങ്കല്ല് ചുമക്കാൻ പോകുന്നേ? നിങ്ങൾക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുന്ന്? പോയി എലീനയുടെ ബാഗ് വല്ല എടുത്തോണ്ട് വന്നേ. ഇവിടത്തേക്ക് ഇനി വല്ല ആവശ്യം ഉണ്ടാവോ? എനിക്കൊന്നും വേണ്ട. ആശ്വാസം. കുഴപ്പമില്ല, തന്റെ അച്ഛനെ അവള് കണ്ടോട്ടെ, കല്യാണക്കാരി ഉറപ്പിച്ചോട്ടെ. അതിനെന്താ അത്ര വിഷമം? എനിക്ക് തന്തയില്ല, അത് തന്നെ. അത് നിന്റെ സ്വഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതല്ലെന്നേ, എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് നാളായി. എന്ന് മാത്രമല്ല, അമ്മാവനെങ്ങാനും ഇത് അറിഞ്ഞാൽ ആകെ അലുകുടുത്താവും, എല്ലാം പൊളിയും. അമ്മാവൻ വേണ്ട, ഒരു തന്ത മതി. ഈ നാട് മുഴുവൻ കിടക്കയില്ലേ ലാവിഷായിട്ട് തന്തമാര്. സാറേ, സാറിന് എത്ര തന്തമാരോ? എനിക്കല്ലടേ, യവന്. എന്നാ ഞാൻ നല്ല അന്തസ്സുള്ള തന്തമാരെ കൊണ്ടിറക്കി തരാം. വലിയ ചാർജ് ആവും. ഒരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ നല്ല കിളികിളികളി പോലെ തന്തമാര് വരും. അത് കുറയൂല്ലേ? 5 രൂപയ്ക്കും കിട്ടും, പക്ഷേ ചോറി പിടിച്ച തന്ത. അത് വേണ്ട, അത് വേണ്ട. ഇനിയിപ്പോ ഒരു പ്രശ്നവുമില്ല. ആ കിളിത്തന്ത എലീനെ കാണട്ടെ. കല്യാണത്തിന് സമ്മതമാണെങ്കിലും അത് 2 വർഷം കഴിഞ്ഞേ നടക്കൂ എന്നുറപ്പുകൊടുത്താൽ മാത്രം. എന്നാ ഞാൻ പോകുന്നു. ഇതാ തന്തയും തേടി. പല പേട്ട് തന്തമാരെയും വിളിച്ചോണ്ട് വന്ന് സംഭവം അൽക്കുലിട്ട് അകല്ലേ. അയ്യോ, സാറ് വിഷമിക്കാതെ. ഒരുത്തനെയും കിട്ടിയില്ലെങ്കിൽ അവന്റെ തന്തയെങ്കിലും മേക്കപ്പ് ഇട്ട് അവൻ വിളിച്ചോണ്ട് വരും. നീ കാര്യം പറ അണ്ണാ. ഒരു ചെറിയ നാടകം. നിറയെ ആളൊക്കെ ഉണ്ടാവുമോ? ഓ, ആളൊക്കെ കുറച്ചേ കാണും. വേഷം എന്താ? തന്തപ്പടി. കാശ് രൊക്കം 50 രൂപ. പെർഫോമൻസ് കഴിഞ്ഞാൽ ഓടാൻ എടുത്ത് കൈ തരും. അപ്പൊ എവിടെയാ സ്റ്റേജ്? ഓ, സ്റ്റേജ് മാങ്ങാത്തൊലിയൊന്നുമില്ല. നമ്മുടെ ഒരു കൂട്ടുകാരന് കല്യാണം ഉറപ്പിക്കാണ്. ഓ, ആളൊരു തന്തയില്ലാത്തവനാ. നാളെ ഹിൽവി കോംപ്ലക്സിൽ കറക്റ്റ് 10 മണിക്ക്, ഫ്ലാറ്റ് നമ്പർ 12. ഇത്തരം പന്നത്തരത്തിനെ എന്നെ കിട്ടില്ല. നീ പോയി വേറെ വല്ല പണി നോക്ക്. അണ്ണാ, ഒരു ജീവിതം തകരും. അണ്ണാ, ഒരു പ്രേമം തകരും. അണ്ണാ, എടാ, ആൾമാറാട്ടത്തിന് പോലീസ് പിടിച്ചാലേ എന്റെ എല്ല് തകരും. നീ നിന്റെ കാര്യം നോക്കടാ. തന്നെയൊക്കെ വിളിക്കാമെന്ന് എന്നെ പറയണേ. നീ പൈസ തരുന്നുള്ള നീ എന്താ ഉറപ്പ്? രാമകുട്ടിയണ്ണ, എന്നെയാണ് വിശ്വാസമില്ല. ഓ, പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ലേ നീ? 65 രൂപ 75 പൈസ പറ്റിയിട്ട് 7 മാസം എന്നെ ഒളിച്ചൊന്നും പിടിക്കണല്ലേ നീ? പക്ഷെ കിട്ടിയല്ലോ. ഓ, വീട്ടിൽ വന്ന് കുത്തിനെ പിടിച്ചു. എന്നാലും കിട്ടിയില്ലേ? അണ്ണാ, ഈ തന്ത കേസിൽ അണ്ണൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഇല്ല. അണ്ണാ, ഛേദമില്ലാത്തൊരു ഉപകാരം. കണ്ണിച്ചോരയില്ലാതെ പെരുമാറരുതണ്ണ. നീ എന്ത് കുന്തം പറഞ്ഞാലും എന്നെ കൊണ്ട് വയ്യ. തന്നെ എന്റെ കയ്യിൽ ഒരു ദിവസം കിട്ടും. ഓ, എന്റെ പട്ടി വരും. ചുമ്മാ നിനക്കെടുത്താ ബോർഡ് ഇടുന്നു. ഇന്നത്തെ കാലത്ത് വിരലും വായിലിട്ടുണ്ടിരുന്ന 50 രൂപ കിട്ടുമോ? അതില്ല. പക്ഷെ നിന്റെ ഇടപാടായതുകൊണ്ടാ പേടി. നീ ആയിട്ടുള്ള ഏർപ്പാട് മുഴുവൻ എന്തെങ്കിലും കൊലസ്റ്റിലല്ലേ അവസാനിച്ചിട്ടുള്ളൂ. അതെങ്ങനെ? കൊലപാതകത്തിന് തുല്യമായ പണികളല്ലയോ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. അയ്യോ, ഇതൊരു സിമ്പിൾ കേസല്ലേ. അനശ്വരമായ ഒരു പ്രേമബന്ധം തകർക്കാതിരിക്കാൻ. അത് ഓതിനല്ല, 50 രൂപ ചുളപോലെ എണ്ണി വാങ്ങിക്കാമല്ലോ. വേണ്ട, നീ ആയിട്ടുള്ള യാതൊരു ഇടപാടും വേണ്ട. നീന്റെ വാടിടും.
തന്റെ ജീവിതകാലം മുഴുവൻ കണ്ടവന് വേണ്ടി അടിച്ചോണ്ടിരിക്കുക. എവിടെ കൊടുപ്പേ? 50 രൂപ. 500 രൂപ കൊടുത്താ വരാൻ. 500 രൂപ? നീ ആര് പെരിയ രജനിയാന്താ? 500 ഒന്നും തരാൻ മുടിയാതെ 50 രൂപ. ഞാൻ ഇല്ല എന്നാ പോ. 50 രൂപ പോയാ എന്റെ വണ്ടി മറിയോടാ. ആലോചിക്കാനൊന്നുമില്ല അച്ചോ. ഏതായാലും നമ്മൾ കള്ളം പറയുന്നില്ല. അച്ചോ എന്ന് വിളിക്കുമ്പോ എന്തോ ഒന്ന് വിളി കേട്ടാ മതി. പള്ളിയിൽ അച്ഛനാണോ ശരിക്കുള്ള അച്ഛനാണോ എന്ന് ആരറിയാം. ഇല്ല കുട്ടി, അതൊന്നും ശരിയാവില്ല. ഈ വേഷവും ധരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് തെറ്റല്ലേ? ഒരു ജീവിതം രക്ഷിക്കാനല്ലേ അച്ചോ. അച്ഛൻ ഒരു 50 രൂപ കിട്ടും. രൂപയൊന്നും എനിക്ക് വേണ്ട. ഇതിനൊന്നും എന്നെ നിർബന്ധിക്കരുത്. കർത്താവിന് അതൊന്നും ഇഷ്ടമാവില്ല. എന്നാ പിന്നെ കർത്താവിനോട് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ. ദുഃഖിക്കുന്നവനെ കർത്താവ് കൈവിടിയില്ല മോനെ. എന്നും പറഞ്ഞിട്ട് 26 കൊല്ലമായി. എടാ, നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഏറി ഏക്കരുത്. പറയുന്ന പറച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ച എത്ര ഇൻഫ്ലുവൻസ് എനിക്ക് ഈ സ്ഥലത്തിൽ നിന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്യണം ഒളച്ചേട്ടാ? ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ, ഇനി കുളിച്ചു കയറാം. ഏതായാലും ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരുത്തം വരാതിരിക്കില്ല. അത്ര സിമ്പതിലെ ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ 50 രൂപ അല്ല 100 രൂപ കിട്ടുന്ന കാര്യം കണ്ട് ആരെങ്കിലും വരാതിരിക്കും? നിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിരുന്ന തന്ത പോയിട്ടൊരു മൊന്ത പോലും വരില്ല. പെണ്ണുകൊണ്ടിന്റെ പാട്ടിന് പോകും. ഞാൻ എന്ത് ചെയ്യണം ഒളച്ചേ? ധൈര്യമായി തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന് തന്തയില്ലെന്ന് പറഞ്ഞ് നാണക്കെടൽ. നല്ല അന്തസ്സുള്ള ഒരു തന്തെ ഞാൻ കൊണ്ടുവരും. ആരാ? അപ്പം തിന്നാ പോരെ, കുഴി എന്നണോ?